ഷിരൂരിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. റഡാറിൽ ഒരു സിഗ്നൽ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അത് ലോറിയുടേതെന്ന് ഇപ്പോൾ സ്ഥിരീകരണമില്ല, പക്ഷേ ഒരു സിഗ്നൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു. അവിടെ നിന്നും PK സരീഷ് ചേരുന്നുണ്ട്. സരീഷ്, എത്രത്തോളം ഇത് ആശാവഹമാണ്, എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ പുതിയ വിവരങ്ങൾ? ഏറ്റവും അവസാനമായി അല്പസമയം മുൻപാണ് റഡാർ പരിശോധന വീണ്ടും പുനരാരംഭിച്ചത്. ഈ പരിശോധനയിലാണ് നേരത്തെ GPS ട്രാക്ക് ചെയ്ത അതേ സ്ഥലത്ത് വീണ്ടും ഒരു തവണ കൂടി സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും NIT ഉദ്യോഗസ്ഥർ പറയുന്നത്, അധികൃതർ പറയുന്നത് ഇപ്പോഴും അത് കൃത്യമായി ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. കുറച്ചുകൂടി മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഡീപ്പായി ഒരു പരിശോധന നടത്താനാവുകയുള്ളൂ. കാരണം ലോറിയുടെ എന്ന് പറയുന്നത് അല്പം കൂടി സ്പേസ് ഉള്ള സിഗ്നൽ ആയിരിക്കണം, അത്രത്തോളം ഫ്രീക്വൻസി ഉണ്ടാവണം. പക്ഷേ ആദ്യം ലഭിക്കുന്ന സൂചനകൾ വെറും ചെറിയ സൂചനകൾ മാത്രമാണ്. ഫ്രീക്വൻസി കൂടിയ സൂചനകളാണെങ്കിൽ മാത്രമേ ലോറിയാണ് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്താനാവുകയുള്ളൂ. ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലോഹം, അതായത് വലിയ ഒരു ലോഹക്കട്ടിയുടെ സിഗ്നലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ അത് ലോറിയുടേതാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ വീണ്ടും അവർ കുറച്ചുകൂടി താഴെ തട്ടിലേക്ക് മണ്ണ് നീക്കം ചെയ്യണം എന്നൊരു ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പക്ഷേ പെട്ടെന്ന് തന്നെ അത് നീക്കം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇപ്പോഴും ആ മേഖലയിൽ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് ഇനിയും ദുഷ്കരമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ വെളിച്ചം പോവുകയാണ്, ഇരുട്ടിലേക്ക് മാറുകയാണ്. അപ്പോൾ ഈ രണ്ട് പ്രതികൂല സാഹചര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എത്രത്തോളം പ്രായോഗികമായി ഇന്ന് തന്നെ അത് അല്ലെങ്കിൽ ആ സിഗ്നൽ കൂടുതൽ സ്ട്രെങ്ത്തിൽ ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊരു സംശയം ഇപ്പോഴുമുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള പ്രത്യേക സ്ക്വാഡ് ഉൾപ്പെടെ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. അവരും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവരും ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതാണ്. രഞ്ജിത്ത് തന്നെയാണ് നമ്മളോട് നേരത്തെ പറഞ്ഞത്, റഡാർ വീണ്ടും പരിശോധന നടത്തിയിരുന്നു. ആ പരിശോധനയിൽ സിഗ്നലുകൾ വീണ്ടും ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ സിഗ്നൽ എന്നാൽ ലോറിയുടേതാണെന്നൊരു സ്ഥിരീകരണമില്ല, പക്ഷേ നേരത്തെ ലഭിച്ചതിനേക്കാൾ കൂടുതൽ സ്ട്രെങ്ത്തിലുള്ള ഒരു സിഗ്നലാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ ആ കാര്യത്തിൽ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ നമ്മൾ NIT അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ലോഹ കഷ്ണങ്ങൾ ഇതിനടിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം ആ ഭാഗത്തു നിന്നും ടവർ ഉൾപ്പെടെ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ലോഹ കഷ്ണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നേരത്തെ ഏതെങ്കിലും രീതിയിൽ മണ്ണിനടിയിൽ പെട്ടുപോയ ലോഹാവശിഷ്ടങ്ങൾ ഉണ്ടാവാം, അതോടൊപ്പം തന്നെ പാറക്കല്ലുകൾ ഉണ്ടാവാം. ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അതിലേതെങ്കിലും ഒന്നാവാനുള്ള സാധ്യത പോലും അവർ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥിരീകരണത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നേരത്തെ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് അല്പം കൂടി മണ്ണെടുത്ത് പരിശോധന നടത്തിയപ്പോൾ കുറച്ചുകൂടി മികച്ചൊരു സിഗ്നൽ ലഭിച്ചു എന്നുള്ളത് ശുഭസൂചകമായി തന്നെയാണ് കണക്കാക്കുന്നത്. സരീഷ്, ഈ നേരത്തെ സിഗ്നൽ കിട്ടിയ ഭാഗത്തിനടുത്താണോ ഇത്, അതോ ഇത് ഏത് ഭാഗത്താണ് ഇപ്പോൾ പുതുതായി സിഗ്നൽ കിട്ടിയിരിക്കുന്നത്? നേരത്തെ നടത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും പരിശോധന നടത്തിയിരിക്കുന്നത്. അതായത് നേരത്തെ GPS സിഗ്നൽ, മൊബൈൽ സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് വീണ്ടും ഇപ്പോഴും പരിശോധന തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. കാരണം മറ്റ് സ്ഥലങ്ങളിലല്ല എന്ന് നേരത്തെ തന്നെ ഈ ലോറി ഉടമ ഉൾപ്പെടെ വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ സ്ഥലത്ത് നിന്നാണ് അവസാനമായി സിഗ്നൽ ലഭിച്ചത്. മൊബൈൽ സിഗ്നലും അതേ സ്ഥലത്താണ്. ഇന്നലെ ഉൾപ്പെടെ മൊബൈൽ സിഗ്നലും അവസാനമായി ലഭിച്ചത് അവിടെയാണ് എന്ന് അവർ വീണ്ടും പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ച്, അതായത് 4 വരി പാതയിൽ സൈഡ് ചേർന്നുള്ള വശത്താണ് നമ്മൾ നേരത്തെ കണ്ട ഒരുപക്ഷെ 6 മീറ്ററിലധികം മണ്ണുള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും പരിശോധന നടത്തിയത്. അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ഒരു സിഗ്നൽ കൂടി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ സ്ഥിരീകരണം ഇപ്പോഴും ഇല്ല. കുറച്ചുകൂടി മണ്ണ് മാറ്റിയാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ ഡീപ്പായിട്ടുള്ളൊരു പരിശോധനയിലേക്ക് പോവുകയുള്ളൂ എന്നാണ്. യഥാർത്ഥത്തിൽ ഈ അറ്റത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു നിലയിൽ അവിടെ നിന്ന് ഒരു മീറ്റർ കൂടി മണ്ണ് നീക്കം ചെയ്താൽ യഥാർത്ഥത്തിൽ റഡാർ ഉപയോഗിച്ചാൽ സംവിധാനത്തിൽ നിലവിൽ ലോറിയാണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി ലഭിക്കേണ്ടതാണ്. പക്ഷേ നിലവിലെ ഒരു സാഹചര്യം അവർ ഇപ്പോഴും പറയുന്നത് ചെളിയും മണ്ണും വീണ്ടും നിറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മഴ പെയ്യുന്നതിനനുസരിച്ച് ഈ താഴെ തട്ടിലേക്ക് വെള്ളം ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ചെളിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സർഫസിൽ പരിശോധന നടത്തുമ്പോൾ നിലവിൽ ലഭിക്കുന്ന ആക്യുറസിയുടെ പകുതി പോലും ഈ റഡാർ സംവിധാനത്തിൽ ലഭിക്കില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
മഴ മാറി നിന്നാൽ മാത്രമേ ഏതെങ്കിലും രീതിയിൽ കൃത്യമായ ഒരു ഫ്രീക്വൻസി എന്താണ് എന്ന് പരിശോധനയിലൂടെ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോഴും അവർ പറയുന്നത് ഒരു സിഗ്നൽ കൂടി ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് സിഗ്നൽ ഏത് തരത്തിലുള്ള സിഗ്നലാണ് സ്ഥിരീകരണത്തിലേക്ക് പോകാൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. വീണ്ടും അവിടെ നിന്നും മണ്ണ് മാറ്റണം, കുറച്ചുകൂടി ആഴത്തിൽ മണ്ണ് മാറ്റി പരിശോധന നടത്തിയാൽ മാത്രമേ സ്ഥിരീകരിക്കാനാവൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇരുട്ടാണ്, മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ മണ്ണ് മാറ്റൽ എത്രത്തോളം പ്രാവർത്തികമാണ് എന്നൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷേ നാളെ രാവിലെ മാത്രമേ അവിടെ കൂടുതൽ വാഹനങ്ങൾ എത്തിച്ച് അല്ലെങ്കിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് അവിടെ നിന്നും മണ്ണ് മാറ്റി വീണ്ടും ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. റഡാറിൽ ഒരു സിഗ്നൽ കൂടി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരേ ഒരു പോസിറ്റീവായ കാര്യം ഇപ്പോൾ ഷിരൂരിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. അത് ലോറിയുടേതെന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണവുമില്ല. നേരത്തെ കണ്ടെത്തിയ ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോഴും സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് സരീഷ് അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ, ഇരുട്ട്, അതൊക്കെ രക്ഷാപ്രവർത്തനത്തിന് അവിടെ വെല്ലുവിളിയാണ്.